ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷജീസ് വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓൾറെഡി ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മറികടക്കാനുള്ള 4 കിടിലൻ ടെക്നിക്കുകൾ അല്ലേ. തീർച്ചയായിട്ടും നെഗറ്റീവ് ചിന്തകളെ മറികടക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ. നമുക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലേ നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹാപ്പിനെസ്സും നമ്മൾ ഫുള്ള് പോസിറ്റീവ് ചിന്തയിലിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത്. നമ്മുടെ ഡ്രീംസൊക്കെ റിയാലിറ്റിയിലേക്ക് പോകുന്നത്, നമ്മുടെ തോട്ടിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല തോട്ട്സിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത് നമുക്ക് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി വിടുമ്പോൾ മാത്രമാണല്ലേ. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എത്ര തന്നെ തലകുത്തി നിന്ന് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ നെഗറ്റീവിലേക്ക് പോകും. നമുക്ക് എപ്പോഴും ആ തോട്ട് തന്നെ ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനുള്ള നമ്പർ 1 ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലെൻസിങ് ലെറ്ററാണ്. എന്താണ് ഈ ക്ലെൻസിങ് ലെറ്റർ? നമ്മുടെ മൈൻഡിൽ നമുക്ക് വേണ്ടാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ. നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ ഇങ്ങനെ കൊടി കുത്തി കിടക്കുന്നുണ്ടല്ലേ. ഈ ചിന്തകൾ എപ്പോഴും വന്ന് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ചിന്തകൾ നമ്മൾ ഒഴിവാക്കിയാലേ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് അവിടെ നിറയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഈ ചിന്തകളെ ഒഴിവാക്കാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ക്ലെൻസിങ് ലെറ്റർ. എന്താണ് ഈ ക്ലെൻസിങ് ലെറ്റർ? മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്ന് പറയും നമ്മൾ. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവരെ കൊണ്ട് അത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കുക എന്നുള്ളത്. നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കുമ്പോൾ അവിടെ നല്ല നല്ല തോട്ടുകൾ ഉണ്ടാവും. മനസ്സിലായല്ലോ. നമ്മുടെ തോട്ടുകൾക്ക് നല്ല ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോഴാണ് ആ തോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവസരങ്ങളും വ്യക്തികളും ഒക്കെ നമ്മളിലേക്ക് കണക്റ്റ് ആവുന്നത് ആ തോട്ട് ക്ലിയർ ആകുമ്പോൾ മാത്രമാണ്. അവിടെ ആ ഹൈ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഈ തോട്ട് ക്ലിയർ ആവണമെങ്കിൽ എവിടെ നിന്നാണ് തോട്ട് വരുന്നത്? മൈൻഡിൽ നിന്ന്. മൈൻഡ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമ്മുടെ തോട്ട് ക്ലിയർ ആവുള്ളൂ അല്ലേ. അപ്പം ഈ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഒരുപാട് നമ്മളെ മുറിപ്പെടുത്തിയ സംഭവങ്ങളുണ്ടാവും. നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, പൊരുത്തപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം നമ്മുടെ ഭൂതകാലത്ത്, പാസ്റ്റിൽ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? അതെല്ലാം ഇങ്ങനെ ഓർത്തെടുത്തിട്ട് നമ്മൾ എഴുതണം. നമ്മൾ ബുക്കിലോ പേപ്പറിൽ നമ്മൾ എഴുതി ഇനി നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികളാകട്ടെ, വേദനിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാവട്ടെ, നമുക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഇൻസിഡൻറ്റുകളാവട്ടെ, എന്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ആ ബുക്കിൽ പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇനി എഴുതി കഴിഞ്ഞിട്ടോ മനസ്സിലുള്ളതെല്ലാം എഴുതുക. ഞാനൊക്കെ ആണെങ്കിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. മീൻസ് ഒരുപാട് നമുക്ക് ചില ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു നൊമ്പരമായിട്ട് ഇങ്ങനെ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വേട്ടയാടുന്ന ഒരു സംഭവമായിട്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. അതെല്ലാം നമ്മൾ പേപ്പറിൽ ഇങ്ങനെ എഴുതുക. ആ മൈൻഡിലുള്ളതെല്ലാം എഴുതി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളത് ചെയ്യുക. നമുക്കിത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കി വെക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പേപ്പർ നമ്മൾ കത്തിച്ച് കളയണം. ഈ പേപ്പർ കത്തിച്ച് കളയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കാനുള്ളത്? നമ്മുടെ മൈൻഡിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും ആ ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള എഴുതുമ്പോൾ തന്നെ വിചാരിക്കും, ഇതെല്ലാം ഇങ്ങനെ എഴുതുന്നു. ആ ഇൻസിഡൻറ്റ് എഴുതുമ്പോൾ തന്നെ അത് ആ പേപ്പർ കത്തിച്ച് കളയുന്നതോടുകൂടി മൈൻഡിൽ നിന്ന് പോയി കഴിയും അത്. ഇൻ കേസ് നിങ്ങൾ അപ്പോൾ ചിലർക്ക് കത്തിക്കാൻ പറ്റില്ല. ചില ഫ്ലാറ്റിൽ താമസിക്കുന്നവരുണ്ടാവും. ചില പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് കിച്ചണിൽ പോയിട്ട് നിന്ന് കത്തിച്ച് കളയാനൊന്നും നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി നിന്ന് കത്തിച്ച് കളയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? അത് ശരിക്കും കുനുകുനി ചെറുതായിട്ട് കീറി അങ്ങോട്ട് കളയുക. നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ അത് പേപ്പർ അങ്ങോട്ട് പോകുമ്പം നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും. ഇനി ചിലപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു കാര്യം തന്നെ ഒരു 10-30 പ്രാവശ്യം എഴുതിയാൽ അത് മൈൻഡിൽ നിന്ന് പോവത്തില്ല. ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ അത്രയും സമയം നമ്മൾ എടുത്ത് അത് എഴുതി അതങ്ങോട്ട് കത്തിച്ച് കളയുക, അതങ്ങ് ഒഴിവാക്കുക. അതാണ് നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എഴുതി കഴിയുമ്പോൾ തന്നെ അത് ശരിക്കും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്താൽ അത് തന്നെ മതി ശരിക്കും മൈൻഡ് ക്ലിയർ ആവാനായിട്ട്. ഓക്കെ, അതാണ് നമ്പർ 1 ടെക്നിക്ക്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വരത്തില്ലേ, നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മളിങ്ങനെ ഇപ്പം പോസിറ്റിവിറ്റിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് ഒരുപാട് ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നെഗറ്റീവ് ചിന്തകൾ വരുമ്പം കട്ട് ചെയ്യും അല്ലേ, നമ്മൾ ചിന്തകളെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മൈൻഡിനെ ശ്രമിക്കും അല്ലേ, മനസ്സുകൊണ്ട് നമ്മൾ ശ്രമിക്കും അതൊന്ന് ഡൈവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി ഇങ്ങനെ ചിന്തകളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ചിന്തകൾ ഡബിൾ ഫ്രീക്വൻസിയിലേക്ക് നമ്മളിലേക്ക് കടന്നു വരും. മനസ്സിലായോ? നമ്മൾ ശരിക്കും ഒരു സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, എന്തെങ്കിലും ഒരു നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം അത് നമ്മളിങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് വന്നു, നമ്മളത് വേണ്ട, അത് ഒഴിവാക്കി വയ്ക്കാം, അത് ചിന്തിക്കേണ്ട എന്നിങ്ങനെ നമ്മൾ വിചാരിക്കും തോറും എന്താ അവിടെ സംഭവിക്കുന്നത്, അതൊരു 100 ഇരട്ടി ഫ്രീക്വൻസിയിൽ ആ ചിന്ത തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിന്തകളെ നമ്മൾ എന്താ പറയുക, ബ്ലോക്ക് ചെയ്യാതിരിക്കുക, ചിന്തകളെ അവിടെ നമ്മൾ തടുത്തു നിർത്തരുത്. യെസ്, തടുത്തു നിർത്താൻ പാടില്ല ചിന്തകളെ. ചിന്തകൾ വന്നോട്ടെ, ചിന്തകൾ വന്നിട്ട് ചിന്തകളെ ആ വഴിക്ക് അങ്ങ് വിടുക. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം, ഒരു ബാഡ് ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ഒരു ചിന്ത വന്നു നമ്മുടെ മൈൻഡിൽ, ഓക്കെ ചിന്ത വന്നു, അതങ്ങ് പൊക്കോട്ടെ, അതിനെ തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. അപ്പോൾ നമ്മൾ ക്ലെൻസിങ് ലെറ്റർ എഴുതി ചിന്തകളെ തടുത്തു നിർത്താതെ അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ, പിന്നെയെന്ന് വെച്ചാൽ ഈ ചിന്തകളെ തടുത്തു നിർത്താതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അതിനെ ഇങ്ങനെ മൈൻഡിലിട്ട് വളർത്തി വളർത്തി വലുതാക്കി വലിയ 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 കൊട്ടാരം കെട്ടി അതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്താനല്ല ഈ പറയുന്നത്. ആ വരുന്ന പോലെ തന്നെ അതങ്ങോട്ട് പൊക്കോട്ടെ, നമ്മൾ അതിന് വലിയ അറ്റൻഷൻ അവിടെ കൊടുക്കണ്ട. മനസ്സിലായോ? നെഗറ്റീവ് ചിന്തകൾ നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുക, അതിനെ നമുക്ക് തടുത്ത് നിർത്തണ്ട, ബട്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട. മനസ്സിലായോ? അത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് അതങ്ങോട്ട് പോകും. ആ പോകുന്ന സമയത്തിന് നമ്മൾ എന്തോ ചെയ്യണം, നമ്മുടെ മൈൻഡ് ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് മൈൻഡ് നിറയ്ക്കുക. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ചിന്തകളെ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാതിരിക്കുക, നമ്മുടെ ചിന്തകളെ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, അതിന് നമ്മൾ നെഗറ്റീവ് ചിന്തകൾ വരുന്നു, അയ്യോ നെഗറ്റീവ് ചിന്ത വന്നല്ലോ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെയല്ല. അപ്പോൾ പിന്നെ അത് തന്നെ വരും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതവിടെ ഒന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അതിനെ നമ്മൾ തടുത്ത് നിർത്തണ്ട, ബ്ലോക്കും ചെയ്യണ്ട. ഓക്കെ, അതൊരു വന്നിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ. പക്ഷേ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എഴുതി നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിന്തകൾ വരില്ല കേട്ടോ. ആ നെഗറ്റീവ് ചിന്തകളൊന്നും നമ്മുടെ മൈൻഡിലേക്ക് വരത്തില്ല. ആ ഇൻസിഡൻറ്റുകളൊക്കെ അപ്പാടെ തന്നെ അതങ്ങോട്ട് പോവും. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അഫർമേഷൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ. ഈ അഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ട് മൈൻഡ് നിറയ്ക്കുക. ഇപ്പം നമ്മൾ സപ്പോസ് നമ്മളൊരു എക്സാമിന് പോവുകയാണ്, നമ്മുടെ മൈൻഡിൽ ഒരു തോട്ട് വരികയാണ്, ഇത് ശരിയാവോ, ഇതെനിക്ക് കിട്ടുമോ എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട് ആക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് എക്സാം നന്നായി എഴുതാൻ കഴിഞ്ഞതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് ജോബ് ഇൻ്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിന് നന്ദി, ഞാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു, ഞാൻ നന്നായി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ജോബ് ഇൻ്റർവ്യൂ, ഞാൻ അതിൽ പാസ്സായി, എനിക്ക് ആ ജോലി കിട്ടി, ഞാൻ ജോലിക്ക് പോകുന്നതും അങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും പാടില്ല, അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ശരിക്കും നമ്മൾ ഈ അഫർമേഷൻസ്, നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടേ നടക്കും. മൈൻഡിൽ എപ്പോഴും നമ്മുടെ പോസിറ്റീവ് അഫർമേഷൻസ്, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കണം, നടത്തി കഴിയണം, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, അത് തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ശരിക്കും ഈ പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ട് നിറയ്ക്കുക. എപ്പോഴും നമ്മുടെ ചിന്ത എന്താണ്, നമ്മുടെ ചിന്ത എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളിലേക്കായിരിക്കണം. ഒരു ജോലിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ CV അയച്ചു, നമ്മൾ എവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ മൈൻഡിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല, നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോഴും അത് തന്നെ ഫീഡ് ചെയ്യും. നമ്മൾ പോസിറ്റീവ് ചിന്തിച്ചാലും അത് തന്നെ ഫീഡ് ചെയ്യും. അതിനറിയത്തില്ല ഇത് ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മൈൻഡിന് അറിയത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ചിന്തകളാണ് അവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ?
ആ ചിന്തയുടെ ഫ്രീക്വൻസി കൂടുമ്പോഴാണ് ആ സെയിം ഫ്രീക്വൻസിയിലുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷൻസും വ്യക്തികളും ഒക്കെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ട് നമ്മുടെ ചിന്തകൾ അവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മൈൻഡിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് എപ്പോഴും നിരന്തരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അത് പ്രോഗ്രാം ചെയ്തെടുക്കുകയാണ്. നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അവിടെ പിന്നെ വേറൊരു തർക്കത്തിൻ്റെയും വേറൊരു ഡൗട്ടിൻ്റെയും കാര്യം ഇല്ല. അത് അപ്പം തന്നെ നടന്നിരിക്കും. ആ ഫ്രീക്വൻസി അവിടേക്ക് കിട്ടും, ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കൂടി ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ മൈൻഡിന് കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടാക്കാൻ പോവാണ്, നമ്മൾ ശരിക്കും അവിടെ കൺഫ്യൂഷനോ നെഗറ്റീവ് തോട്ടോ ഒന്നും വേണ്ട. അവിടെ നമ്മൾ അഫർമേഷൻസ് സെറ്റ് ചെയ്യുക, എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ എനിക്ക് സ്റ്റാർട്ടാക്കാൻ കഴിഞ്ഞതിന് നന്ദി. എന്നിട്ട് ആ ബിസിനസ് സ്റ്റാർട്ടായതായിട്ടും ആ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നതായിട്ടും സെയിൽസ് നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ളതാണെങ്കിലും ആ ബിസിനസ് അങ്ങനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. നമ്മൾ ആ ഒരു അഫർമേഷൻസ് മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ മൈൻഡ് ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനിഫെസ്റ്റേഷൻ അവിടെ എളുപ്പമാണ്. സത്യമായിട്ട് ഇത് ശരിക്കും എനിക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ. ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ചെറിയ കാര്യങ്ങൾക്കായിട്ട് ആദ്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ ഗോൾസിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടെക്നിക്കുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 3 ടെക്നിക്ക് ഞാൻ പറഞ്ഞു. ഇനി 4ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ കാര്യമൊന്നുമില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു കാമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിരിക്കുക, നമ്മൾ ബ്രീതിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുക, ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ വേണമെങ്കിൽ നമുക്ക് ദീർഘനിശ്വാസം എടുക്കാം. നിങ്ങൾക്കറിയോ, ദീർഘനിശ്വാസം നമ്മൾ എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ പോകുന്നത് നെഗറ്റീവ് ചിന്തകളാണ്. നെഗറ്റീവ് ചിന്തകൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുവാണെന്ന് നമ്മൾ ചിന്തിക്കുക. അതുപോലെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവ് എനർജികൾ ഫുള്ള് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. മനസ്സിലായോ? അങ്ങനെ ഒരു 5 പ്രാവശ്യം നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ മൈൻഡ് കാമാവും. നിങ്ങളുടെ മൈൻഡ് കാമായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. അതായത് നല്ല തോട്ടുകൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഒരുപാട് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് പീപ്പിൾ എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ മതത്തിനെതിരാണോ ആത്മീയതയ്ക്കെതിരാണോ? ഒരിക്കലും ഇല്ല കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവുകയാണ്. നമ്മുടെ യൂണിവേഴ്സിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ യൂണിവേഴ്സിലേക്ക് എല്ലാം സമർപ്പിക്കുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പം നമ്മളവരുടെ യൂണിവേഴ്സിനെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമ്മളുടെ മൈൻഡിനെ നമ്മൾ എന്താ പറയാനാ, മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. മൈൻഡ് സെറ്റിലൂടെ നമ്മുടെ മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര ഡെസ്ക്രൈബ് ചെയ്താലും ഒരു മില്യൺസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്താലും നമ്മുടെ മൈൻഡിൻ്റെ പവറിനെ നമുക്ക് പറഞ്ഞൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. അത്രയ്ക്ക് പവറുള്ള സാധനമാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 4 ടെക്നിക്കുകളും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് മീ. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വണ്ടർഫുൾ വീഡിയോ. താങ്ക് യു.